എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഡുവൽ വില്ലന്റെ ശിങ്കടികള് അവരാണെങ്കിൽ ആ ഡുവലിനെ അന്വേഷിച്ച് അവിടെ മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. ബോസ്, നിങ്ങൾ എവിടെയുണ്ട്? ബോസ്, ഞങ്ങളുടെ ശബ്ദം കേൾക്കാമോ? നിങ്ങൾ ജീവനോട് കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ അന്വേഷിച്ച് അവരൊരു വിധത്തില് അവരുടെ ബോസിനെ കണ്ടെത്തും. ഉടനെ ആ ബോസ് അവൻ നിലവിളിച്ചു പറയും, വേണ്ട, ശബ്ദമൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ പതിയെ എഴുന്നേറ്റ് വരാമെന്ന് പറഞ്ഞ് അവനിപ്പോ എഴുന്നേറ്റ് നിൽക്കും. ആ വില്ലന്റെ മുഖം കണ്ട് അവന്റെ ശിങ്കടികള് അവര് ഷോക്കാവും. വില്ലൻ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ, നിങ്ങൾ എന്തിനാ കണ്ണു മുഴിച്ച് എന്നെ നോക്കുന്നേ? അത് കേട്ട് അതിലൊരുത്തം പറയും, നിങ്ങളുടെ ഫേസ് അത് ഒരുപാട് മാറിപ്പോയി, നിങ്ങൾ കുറച്ച് കൂൾ ഡൗൺ ആയി, ഈ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞ് കണ്ണാടി എടുത്ത് കൊടുക്കാണ്. അവനവന്റെ ഫേസ് കണ്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. കട്ട് ചെയ്താ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കും. അവിടെ എല്ലാവരും ഇപ്പൊ ഹാപ്പിയാണ്. അഞ്ചയാണെങ്കിൽ അവന്റെ നമ്പർ 1 ഫുഡായിട്ടുള്ള ടക്കിയോക്കി അതിപ്പോ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവൻ ഉണ്ടാക്കും തോറും വാരി വലിച്ചു തിന്നും. അവൻ അതിന്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമായി. അവൻ ഉണ്ടാക്കി തന്നത് പോരാഞ്ഞിട്ട് ആ ചട്ടിയിൽ പോയി കൈയിടും. അവന്റെ കൈ ആണെങ്കിൽ പൊള്ളി കരിഞ്ഞു പോകും. ഇവിടെ സാഞ്ചിക്കും ആ ഫുഡ് ഒത്തിരി ഇഷ്ടാവും. നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും. അവനും ആസ്വദിച്ച് അത് കഴിക്കുകയാണ്. ചിൻ പറയും, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരും, കാരണം ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് അത് നിങ്ങളാണ്. നിങ്ങളോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവനിപ്പോ നാമിയെ നോക്കും. അവള് മാത്രം ഒന്നും മിണ്ടാതെ എന്തോ കാര്യമായിട്ട് ആലോചിച്ച് സാഡായിട്ടിരിക്കുകയാണ്. അവൻ ചോദിക്കും, എന്തു പറ്റി, നിനക്ക് ഫുഡ് ഇഷ്ടായില്ലേ? അതിന് അവള് പറയും, ഈ ഫുഡ് ഉണ്ടാക്കി തന്നു കരുതി ഞാൻ നിന്നോട് ക്ഷമിക്കില്ല, പക്ഷെ നിന്റെ ഈ ഫുഡ് അത് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനെ നോക്കി ചിരിക്കും. അത് കേട്ട് ഹച്ചിൻ അവൻ ഡബിൾ ഹാപ്പി ആവും. വീണ്ടും വീണ്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ അവൻ ഉണ്ടാക്കി കൊടുക്കാണ്. ഉടനെ ആരും അവിടേക്ക് വന്ന് അവരെ വിളിക്കുന്ന ശബ്ദം കേൾക്കും. അവർ തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, വില്ലൻ ഡുവൽ. അവനെ കണ്ട എല്ലാവരും ഒരു സെക്കൻഡ് ഷോക്കാവും. കാരണം അവന്റെ ഫേസ് അത് ചേഞ്ചായി. പഴയ ഫേസ് ഒക്കെ മാറി ആളിപ്പോ ഒരു സുന്ദര കുട്ടപ്പനായി. ലൂഫിക്കാണെങ്കിൽ അതത്ര വിശ്വാസാവില്ല. അതിന് സാഞ്ചി പറയും, അതെ, അതവൻ തന്നെയാണ്. ഞാനാണ് അവന്റെ മുഖത്ത് ഇടിച്ചിടിച്ച് അവന്റെ മുഖത്തിന്റെ ഷേപ്പ് അത് മാറ്റിയത്. ഇനി ഒരിക്കലും അവൻ എന്നെ കുറ്റം പറഞ്ഞ് എന്റെ പിന്നാലെ വരാൻ പാടില്ല. അതിനാണ് അങ്ങനെ ചെയ്തത്. ഡുവൽ ഇപ്പോ സാഞ്ചിയുടെ അടുത്തേക്ക് വരും. താങ്ക് യു സോ മച്ച്. നീ എന്റെ ലൈഫ് അത് ചേഞ്ച് ചെയ്തു. എനിക്കിപ്പോ പുതിയൊരു ലൈഫ് കിട്ടിയിരിക്കുകയാണ്, പഴയതിലും മികച്ചൊരു ലൈഫ്. ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് തിരികെ പോയി ഇനി അവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കും. അതിന് സാഞ്ചി പറയും, ഇനി ഒരു കാരണവശാലും നീ എന്റെ മുൻപിൽ വരാൻ പാടില്ല, ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. പക്ഷെ ഡുവൽ ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവന്റെ സൗന്ദര്യം അതാ കണ്ണാടിയിൽ ആവുവോളം നോക്കി ആസ്വദിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ചുറ്റുമുള്ള എല്ലാവരെയും നോക്കും. നാമിയുടെ നോട്ടം കാണുമ്പോ അവൻ കരുതും പരവശയായി അവൾ അവനെ നോക്കുകയാണെന്ന്. അതിനുശേഷം അവൻ ഉസോപ്പിനെ നോക്കി കളിയാക്കും. ഉസോപ്പിനാണെങ്കിൽ അത് കേട്ട് സഹിക്കില്ല. ലൂഫി അവനെ പിടിച്ചു വെച്ച് അവന് വട്ടാണ്, നീ അത് മൈൻഡ് ചെയ്യാൻ പോണ്ടെന്ന് പറഞ്ഞ് ഉസോപ്പിനെ കൂൾ ഡൗൺ ചെയ്യും. ഡുവൽ ആണെങ്കിൽ അവന്റെ ട്രാൻസ്പോർട്ട് സ്നെയിൽ നമ്പർ അതിപ്പോ സാഞ്ചിയുടെ കയ്യിൽ കൊടുത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ഐ ആം അറ്റ് യുവർ സർവീസ് എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ അച്ചി ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ച് കൂർക്കം വലിച്ചുറങ്ങും. പക്ഷെ ബ്രൂക്ക് മാത്രം ഇപ്പോഴും ആ ഫുഡ് കുത്തിക്കയറ്റി വലിയ വായില് ഒരേമ്പക്കൊക്കെ വിടും. നാമിക്ക് ആ സ്മെല്ല് അത് താങ്ങാൻ പറ്റില്ല. അതിനുശേഷം ഹച്ചിയും മർമേഡും അവരിപ്പോ എങ്ങനെ ഫിഷർമാൻ ഐലാൻഡിലേക്ക് നമ്മുടെ ആൾക്കാർക്ക് പോകാന്നുള്ള റൂട്ട് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. സ്റ്റാർ ഫിഷ് തീർത്തു പറയും, നിങ്ങളെ കൊണ്ട് അത്ര എളുപ്പത്തില് കടലിനടിയിലേക്ക് പോകാൻ കഴിയില്ല, കാരണം പ്രഷർ കൂടി നിങ്ങളുടെ കാറ്റ് പോവും. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, രണ്ടേ രണ്ട് റൂട്ടിലൂടെ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും. നോർമൽ ആൾക്കാർക്കാണെങ്കിൽ ആ 2 വഴിയിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ പൈററ്റ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലൊരു വഴി മാത്രമേ ചൂസ് ചെയ്യാൻ കഴിയൂ. കാരണം ആ റെഡ് ലൈൻ വഴിയാണ് നിങ്ങൾ അവിടേക്ക് പോവേണ്ടത്. അവിടെയാണ് ജോയ്സ് എന്ന ആ ഒരു വലിയ ബിൽഡിംഗ് അത് കെട്ടിവെച്ചിരിക്കുന്നത്. അതാ വേൾഡ് ഗവൺമെന്റിന്റെ ബിൽഡിംഗ് ആണ്. സോ അതുവഴി നിങ്ങൾക്ക് പോകാനാവില്ല. നിങ്ങൾക്ക് ആ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ നടന്നു തന്നെ പോകണം. സോ ഈ കപ്പൽ ഇവിടെ ഉപേക്ഷിച്ച് റെഡ് ലൈൻ ക്രോസ് ചെയ്ത് അവിടുന്ന് ഒരു പുതിയ കപ്പലെടുത്ത് വേണം നിങ്ങൾ യാത്ര തുടരാൻ. ഫ്രാങ്കി അത് കേൾക്കുമ്പോൾ തന്നെ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും എന്റെ കപ്പൽ വിട്ട് എങ്ങോട്ടും പോവില്ല. ഉടനെ ആ സ്റ്റാർ ഫിഷ്, അങ്ങനെയാണെങ്കിൽ മറ്റൊരു വഴിയുണ്ട്, പക്ഷെ അത് വലിയ റിസ്ക് ആണ്. ഫിഷ്മാൻ ഐലാൻഡിലുള്ള സീ ഫ്ലോർ റൂട്ട് അതുവഴി നിങ്ങൾ പോവേണ്ടി വരും. ഉടനെ മർമേഡ് പറയും, അത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു വഴിയാണ്. സീ കിങ്സും സീ മോൺസ്റ്റേഴ്സും അവറ്റകള്
നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിനോടൊക്കെ അവറ്റുകള് ഒരുപാട് കപ്പലുകള് വിഴുങ്ങിക്കളഞ്ഞു. ചോപ്പറിനും ഉസോപ്പിനും ആണെങ്കിൽ അത് കേട്ട് കുറച്ച് പേടിയാവും. നാമി ചോദിക്കും, എങ്ങനെയുള്ള കപ്പലില്ല നമുക്ക് അവിടേക്ക് പോകാൻ പറ്റുക? അതിനവള് പറയും, കുഴപ്പമൊന്നുമില്ല, ഈ കപ്പലിൽ തന്നെ നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ പറ്റും. മറി ജോയ്സിന്റെ താഴെയായിട്ട് ആ ഒരു റെഡ് ലൈനിൽ ഒരു വലിയ ദ്വാരമുണ്ട്. അതുവഴി വേണം നമുക്ക് കടന്നു പോവാൻ. നമ്മൾ ആദ്യം പോകുന്ന ഒരു ചെറിയ ഐലാൻഡ് ഉണ്ട്. അവിടെ വെച്ച് ഷിപ്പിന് പറ്റിയൊരു കോട്ടിങ് അവർ തരും. അതുപയോഗിച്ച് നമുക്ക് വെള്ളത്തിനടിയിലേക്ക് പോകാൻ കഴിയും. സോ കപ്പലിനൊന്നും സംഭവിക്കില്ല. അങ്ങനെ അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും അവരുടെ കപ്പല് അത് ആ ചെറിയ ഐലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ആ ഐലാൻഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ലൂഫിക്കാണെങ്കിൽ ആ ഐലാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. ലൂഫി ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ചോദിക്കും, ഈ ബബിൾസ് ഒക്കെ ഇതാര് ക്രിയേറ്റ് ചെയ്യുന്നതാണ്? ഏതെങ്കിലും ആൾക്കാർ ഒരു മൂലക്കിരുന്ന് ഇത് മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്നതാണോ? അതിന് നാമി പറയും, അല്ല, അത് ഈ ഐലാൻഡിൽ തന്നെ നാച്ചുറലായിട്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ലൂഫി ആണെങ്കിൽ അവിടെയുള്ള മരത്തിന്റെ സൈസൊക്കെ കാണും. അതുകൊണ്ട് അവൻ ഷോക്കാവും. കാരണം അത്രയും ഹൈറ്റ് ഒക്കെയുള്ള മരങ്ങള് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. നാമി ആണെങ്കിൽ ആ ലാക്ക് പോസ്റ്റിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ഭയം ആ ലാക്ക് പോസ്റ്റ് അതിന്റെ ലൊക്കേഷൻ അത് ചേഞ്ച് ആവുമോ എന്നതാണ്. ഹൻജി പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, അത് ചേഞ്ച് ആവില്ല. ഫിഷർമാൻ ഐലാൻഡിലേക്ക് തന്നെയായിരിക്കും അത് ഫോക്കസ് ചെയ്യുക. ലോകത്തിൽ വെച്ച് ഏറ്റവും ഹൈറ്റ്സ് ഉള്ള മരങ്ങള് അതിവിടെയാണ്. ആക്ച്വലി ഇവറ്റകളുടെ വേരുകള് അത് വളരെ വിസിബിളായി നമുക്ക് കാണാൻ കഴിയും. കടലിന്റെ വേവ്സിനനുസരിച്ച് തന്നെ ഈ മരങ്ങളെല്ലാം തന്നെ ഇളകി മറിയും. ഹാങ്ജി ആണെങ്കിൽ ഇപ്പൊ മറ്റൊരു വമ്പൻ ട്വിസ്റ്റ് പറയും. ആക്ച്വലി ഈ ഓരോ മരങ്ങളും ഓരോ സിറ്റികളാണ്. ഓരോ മരങ്ങളിലും ഓരോ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സോ അത് ഈ മരത്തിൽ കയറുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക. ലൂഫിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനാവില്ല. ഓരോ മരത്തിലും ഓരോ സിറ്റികള്. അപ്പോൾ ഓരോ മരങ്ങളും എത്ര വലുതായിരിക്കും ആലോചിച്ച് അവനങ്ങനെ വണ്ടടിച്ച് നിൽക്കും. മാത്രമല്ല മരത്തിൽ ഓരോ സ്പെഷ്യൽ നമ്പേഴ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് പോവേണ്ടത് 44ാമത്തെ മരത്തിലാണ്. അതാണ് കൊമേഴ്ഷ്യൽ ട്രീ. അവിടേക്ക് പോയി കപ്പൽ അവിടെ പാർക്ക് ചെയ്യണം. ലൂഫിക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ദിസ് ഈസ് അൺബിലീവബിൾ. അവൻ ഓരോ മരങ്ങളും കണ്ട് വണ്ടടിക്കുകയാണ്. അപ്പൊ അവര് കാണും ഓരോ മരത്തിൽ നിന്നും മറ്റു മരത്തിലേക്ക് ഓരോ ബ്രിഡ്ജുകൾ വീതം കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അവരാണെങ്കിൽ ഇപ്പൊ അടുത്ത് കണ്ട ഒരു മരത്തിലേക്ക് ചാടിക്കയറും. ലൂഫിക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആച്ചി പറയും, നമ്മൾ കയറുന്ന ഓരോ മരങ്ങളുടെ നമ്പറും ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് കൺഫ്യൂഷൻ ആവും. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഓരോ മരത്തിലൂടെ കയറി ഇറങ്ങി മുൻപോട്ട് പോവാണ്. അതിനുശേഷം ആ ഒരു ബബിള് അതെങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നതെന്ന് അവർ കാണും. അത് താഴെ നിന്ന് പതിയെ പതിയെ തനിയെ ഫോം ചെയ്ത് മുകളിലേക്ക് ക്രിയേറ്റ് ആയി പോവാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ഒരു ബബിളിന്റെ മുകളിൽ കയറി മുകളിലേക്ക് പോവും. അതിനുശേഷം ഓരോരോ ബബിളുകളിലേക്ക് അവനങ്ങനെ ചാടി ചാടി ഓടും. അതിനാ സ്റ്റാർ ഫിഷ് പറയും, ഈ മരങ്ങളുടെ എല്ലാം വേരുകളിൽ ഒരു പ്രത്യേക തരം റെസിൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് പുറത്തേക്ക് ഇജക്റ്റ് ആയി വലിയ ബബിൾസുകളായി മാറി അങ്ങനെ പറന്നു നടക്കും. സത്യം പറഞ്ഞ ആ മരം അതെപ്പോഴൊക്കെ ബ്രീത്ത് ചെയ്യുന്നോ അപ്പോഴാണ് ആക്ച്വലി ഈ ഒരു ബബിൾ ക്രിയേറ്റ് ആവുക. റോബിനാണെങ്കിൽ ആ റെസിൻ തൊട്ടു നോക്കും. അതിങ്ങനെ വഴുവഴുക്കാൻ തുടങ്ങും. അവളത് ഒസോപ്പിന്റെ ട്രൗസറിൽ തേച്ച് വെച്ച് അവിടുന്ന് ഓടിപ്പോവും. അപ്പോഴായിരിക്കും ലൂഫി അവൻ വിളിച്ചു പറയാ, ദൂരത്തായിട്ട് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് കാണുന്നുണ്ട്, ഞാൻ അവിടേക്ക് പോയി അല്പസമയം കളിക്കാൻ പോവാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ഓരോ ബബിൾസിലൂടെയും ചവിട്ടി ചവിട്ടി മുകളിലേക്ക് പോവും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ഓരോ ബബിൾസുകളായിട്ട് ഇപ്പൊ പൊട്ടുകയാണ്. ബബിൾസുകളെല്ലാം പൊട്ടി ലൂഫി അവൻ നോ എന്ന് നിലവിളിച്ച് ഇപ്പൊ താഴേക്ക് വീഴും. സ്റ്റാർ ഫിഷ് ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കായി എല്ലാവരോടും ലൂഫി താഴേക്ക് വീഴുന്ന കാര്യം അത് ചൂണ്ടി കാണിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ ആൾക്കാരും അത് മൈൻഡ് പോലും ചെയ്യില്ല. സാഞ്ചി പറയും, നീ അതൊന്നും കാര്യാക്കണ്ട, അവൻ ഇതൊക്കെ പതിവുള്ളതാണ്. അവനത് പറയുമ്പോഴേക്കും അവന്റെ തല വലിച്ചൂരിയെടുത്ത് ഇപ്പൊ ആ മർമെയ്ഡ് പെണ്ണിനെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. അവൾക്ക് അപ്പോഴായിരിക്കും ആശ്വാസമാവുക. നാമി ചോദിക്കും, നമ്മളിപ്പോ നീ പറഞ്ഞ ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു, ഇവിടെ വെച്ചല്ലേ കപ്പലിന് എന്തോ ഒരു കോട്ടിംഗ് ചെയ്യാന്ന് നീ പറഞ്ഞത്? അഞ്ചി പറയും, അതെ, റെസിൻ കോട്ടിംഗ് ആണ് നമ്മുടെ കപ്പലിന് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ അറിയാവുന്ന ഒരാളുടെ അടുത്തേക്ക് പോയി അത് മുഴുവനായിട്ടും കവർ ചെയ്യണം. എങ്കിൽ മാത്രമേ അണ്ടർ വാട്ടറിലേക്ക് വളരെ സേഫായി നമുക്ക് കപ്പലുമായിട്ട് പോകാൻ കഴിയൂ. എനിക്കറിയാവുന്ന ഒരു ക്രാഫ്റ്റ് മാൻ ഉണ്ട്, നമുക്ക് അവിടേക്ക് പോയി കപ്പൽ നല്ല രീതിയിൽ കവർ ചെയ്യണം. അതിനു മുൻപേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയണം. ഈ ഐലാൻഡിൽ ചില വലിയ വലിയ ആൾക്കാരൊക്കെ കറങ്ങി നടക്കും. ഹോളി ലാൻഡിലുള്ള മറി ജോയ്സിലുള്ള ആൾക്കാരായിരിക്കും അവര്. സോ ഒരു കാരണവശാലും അവരെ ബോധർ ചെയ്യാനോ മൈൻഡ് ചെയ്യാനോ ഇറിറ്റേറ്റ് ചെയ്യാനോ നിൽക്കാൻ പാടില്ല. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവരാരെങ്കിലും കൊല്ലുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ പോലും
ആരും ഒന്നും ചെയ്യാനോ പറയാനോ പാടില്ല. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തിന് നല്ലതെന്ന് പറഞ്ഞ് അവനങ്ങനെ നടന്നു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.